ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ ഒരു ഒറ്റ പോരാട്ടമാണ് കേട്ടോ. നമ്മുടെ വയനാട്ടിന് വേണ്ടിയിട്ട്, നമ്മുടെ കേരളത്തിന് വേണ്ടി, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രക്ഷായാത്ര കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഒരു ടീം നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊപ്പമാണ് നമ്മൾ ഈ റെസ്ക്യൂ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും 1-2 പേരെ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക്, ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് ഈ വയനാട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാനോ അവരിലേക്ക് എത്തിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന നമ്പറിലൊന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. റിപ്ലൈ അയക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. എന്തെങ്കിലും കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാണെങ്കിൽ 1-2 നമ്പറും കൂടി ഇതിനൊപ്പം ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനം ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് അധികം സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്ക് നിലവിൽ കുറച്ച് ഡ്രസ്സും, ഇപ്പോൾ നമുക്കൊരു 3 ബണ്ടിൽ ഡ്രസ്സ് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് മെറ്റീരിയൽസും കൂടെ ഇപ്പോൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്കൊരു 25 കേസിന് മേളിൽ വെള്ളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടാത്ത സംഭവം പറഞ്ഞാൽ അണ്ടർ ഗാർമെൻറ്റ്സ്, മറ്റു ജെൻസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് കിട്ടാത്തതുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അതായത് ഫുഡ് ഐറ്റംസും നമുക്ക് വലിയ രീതിയിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ലേഡീസിൻ്റെ ഡ്രസ്സ് നമുക്ക് എപ്പോഴും ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ആരെങ്കിലും സ്റ്റോക്ക് ഉണ്ട്, ഇതിൻ്റെ സാനിറ്ററി നാപ്കിൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ആവശ്യം തരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യണം. ആ വക സാധനങ്ങളാണ് ഭയങ്കരമായിട്ട് കിട്ടാണ്ടുള്ളത്. ഫുഡ് ഐറ്റംസ് ഏകദേശം കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ലേഡീസിൻ്റെ ഡ്രസ്സും കിട്ടുന്നുണ്ട്, പക്ഷേ ജെൻസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും കിട്ടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതെന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, വീഡിയോ ഒന്ന് മാക്സിമം ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.